ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്നതിനിടെ ആളുകളുടെയും ആർമിയുടെയും കണ്ണു വെട്ടിച്ച് നടക്കുന്ന ഒരു ഹൈസ്റ്റിന്റെ കഥ കേൾക്കണോ? നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന മൂവിയുടെ പേരാണ് വേ ഡൗൺ അല്ലെങ്കിൽ ദി വോൾ. 15th സെഞ്ചുറിയിൽ ഫ്രാൻസിസ് ഡ്രേക്ക് എന്ന് പറയുന്ന ഒരാൾ സ്പാനിഷ് ക്രൗണിന്റെ കയ്യിൽ നിന്നും തട്ടിയെടുത്തു മറച്ചു വെച്ച ഒരു നിധി. 30 വർഷത്തെ റിസർച്ചിന് ശേഷം വോൾട്ടറും ടീമും കടലിനടിയിലെ ഒരു തകർന്ന കപ്പലിൽ നിന്നും ആ നിധിയിലേക്കുള്ള ക്ലൂ കണ്ടെത്തുന്നു. പക്ഷെ അതെന്താന്ന് പോലും അറിയുന്നതിന് മുന്നേ സ്പാനിഷ് കസ്റ്റംസ് അവരുടെ കയ്യിൽ നിന്നും അത് തട്ടിയെടുക്കുന്നു. ശേഷം സ്പാനിഷ് ഗവൺമെന്റിന്റെ സഹായത്തോടെ ആ ക്ലൂ മാഡ്രിഡിലെ ഒരു ബാങ്കിലുള്ള വോൾട്ടിൽ സൂക്ഷിക്കുന്നു. ആ വോൾട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള വോൾട്ടാണ്. സോ വോൾട്ടറും ടീമും ആ വോൾട്ട് ബ്രേക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നു. അതിനായി വോൾട്ടറിന്റെ ടീമിൽ ഒരു കമ്പ്യൂട്ടർ ടെക്നീഷ്യൻ ഉണ്ടായിരുന്നു, ക്ലോസ്, ഒരു എക്സ് സ്പെഷ്യൽ ഏജന്റ് ആയിട്ടുള്ള ജെയിംസ്, ഒരു തീഫ് ആയിട്ടുള്ള ലൊറൈൻ, ഒരു അക്കോസ്റ്റിക് എഞ്ചിനീയർ സൈമൺ, പിന്നെ നമ്മുടെ ഹീറോ ടോം, ടീമിലെ ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള എഞ്ചിനീയർ. സോ വോൾട്ടർ ക്ലോസിന്റെ ഹെൽപ്പ് വെച്ച് ബാങ്കിന്റെ സെക്യൂരിറ്റി ക്യാമറകളുടെ കൺട്രോൾ എടുക്കുന്നു. ആ വോൾട്ടിലുള്ള ക്ലൂ എന്താന്ന് വെച്ചാൽ നിധി ഇരിക്കുന്ന സ്ഥലത്തേക്കുള്ള കോർഡിനേറ്റ്സ് ആണ്. അത് കണ്ടുപിടിച്ചാൽ മാത്രമേ അവർക്ക് അടുത്ത സ്റ്റെപ്പ് മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നുള്ളൂ. ഇവർ കയറാൻ പോകുന്ന ബാങ്ക് ഓഫ് സ്പെയിൻ വളരെ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ബാങ്ക് ആയിരുന്നു. സെക്യൂരിറ്റി ക്യാമറാസ്, മോഷൻ സെൻസേഴ്സ്, ഗാർഡ്സ്, ഇതിനു പുറമെ ബാങ്കിനടുത്താണ് സ്പാനിഷ് ആർമിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്. അതുകൊണ്ട് തന്നെ ബാങ്കിന്റെ സേഫ്റ്റിക്കായി അവിടെ എപ്പോഴും 500 സോൾജേഴ്സ് അടങ്ങുന്ന ഒരു യൂണിറ്റ് റെഡിയായിരുന്നു. ഇതിനു പുറമെ സ്പെയിൻ ആന്റി ടെററിസ്റ്റ് വിങ്ങിന്റെ ചീഫാണ് ഇപ്പോഴത്തെ ബാങ്ക് സെക്യൂരിറ്റി ചീഫ്. സോ വോൾട്ടറും ടീമും പ്ലാൻ ചെയ്തിരുന്നത് എന്താന്ന് വെച്ചാൽ ഒരുപാട് ടണൽസും അണ്ടർഗ്രൗണ്ട് പാസേജസും ഉള്ള മാഡ്രിഡിലെ ബാങ്ക് വോൾട്ട് ഇരിക്കുന്ന ലൊക്കേഷന് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ടണൽ കണ്ടെത്തി അതുവഴി കയറാനായിരുന്നു. ഇവർക്ക് വോൾട്ടിനെ കുറിച്ചുണ്ടായിരുന്ന ലിമിറ്റഡ് അറിവുകൾ എന്തായിരുന്നു എന്ന് വെച്ചാൽ 1944 അവിടെ വർക്ക് ചെയ്തിരുന്ന ഒരു എംപ്ലോയി വരച്ച വോൾട്ടിന്റെ രേഖാചിത്രവും വോൾട്ടിലുള്ള ഒരു കൊത്തുപണിയുമൊക്കെ ആയിരുന്നു. ഇതിനു പുറമെ വോൾട്ട് അൺലോക്ക് ചെയ്യാൻ സെക്യൂരിറ്റി ചീഫ് ഗസ്റ്റോഫ് മാർട്ടിനിയുടെ ഫിംഗർ പ്രിന്റും 2 യുണീക്ക് ആയിട്ടുള്ള കീസും വേണമായിരുന്നു. വോൾട്ടിന്റെ 3D ഇമേജ് കിട്ടാനായിട്ട് സൈമണും ടോമും കൂടി ബാങ്കിന്റെ ക്ലീനിങ് ഏജൻസിയുടെ വേഷത്തിൽ ബാങ്കിൽ കയറുന്നു. സെക്യൂരിറ്റി ചീഫിന്റെ ഫിംഗർ പ്രിന്റും കീകളുടെ 2D പ്രിന്റും എടുക്കാനായിട്ട് ലൊറൈൻ ഒരു ആർട്ട് ഇൻസ്പെക്ടറുടെ വേഷത്തിൽ പോകും. ടോം വോൾട്ടിന്റെ 3D ഇമേജ് എടുക്കുന്നതിനിടയിൽ മാഗ്നറ്റോമീറ്ററിൽ ഉണ്ടായ പേൾ സർജ് ബാങ്കിന്റെ സെൻസർ ഡിറ്റക്ട് ചെയ്യുന്നു. ഇത് മനസ്സിലാക്കിയ സെക്യൂരിറ്റി ചീഫ് സെക്യൂരിറ്റി അലർട്ട് ചെയ്യുന്നു. ഇതിനിടയിൽ ക്ലോസ് ക്യാമറ വിഷ്വൽസ് ലൂപ്പിലിട്ട് വെച്ച് ലൊറൈൻ കീകളുടെ ഇമേജ് സ്കാൻ ചെയ്യും. ശേഷം ഒരു വിധത്തിൽ അവർ ബാങ്കിൽ നിന്ന് രക്ഷപ്പെടുന്നു. ബാങ്കിന്റെ 3D പ്രിന്റ് കിട്ടിയ ടോം മനസ്സിലാക്കുന്നു ആ വോൾട്ട് ഒരു വെയിങ് ബാലൻസ് അഥവാ ഒരു ത്രാസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന്. ആ വോൾട്ടിൽ ആരതിക്രമിച്ചു കടന്നാലും അവർ അതിൽ ട്രാപ്പായി വോൾട്ട് വെള്ളം കൊണ്ട് നിറയും. വോൾട്ടിന്റെ ഈ പ്രത്യേകത മനസ്സിലായത് കൊണ്ട് തന്നെ ടണൽ വഴി വോൾട്ടിലേക്ക് കയറാനുള്ള തീരുമാനം അവർ മാറ്റുന്നു. എന്നിട്ട് വോൾട്ടിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴി ആലോചിക്കുന്നു. അവസാനം ആ വോൾട്ടിന്റെ വെയിങ് സ്കെയിൽ ലിക്വിഡ് നൈട്രജൻ ഉപയോഗിച്ച് ഫ്രീസ് ചെയ്താൽ അവിടെ നിന്നും രക്ഷപ്പെടാമെന്ന് ടോം കണ്ടെത്തി. അങ്ങനെ സ്പെയിനിന്റെ ഫുട്ബോൾ ഫൈനൽ നടക്കുന്ന ദിവസം അണ്ടർഗ്രൗണ്ടിലെ വോൾട്ടിന്റെ വെയിങ് സ്കെയിലിന്റെ സെന്റർ കണ്ടെത്തി അതിനെ ലിക്വിഡ് നൈട്രജൻ ഉപയോഗിച്ച് ഫ്രീസ് ചെയ്യുന്നു. സിറ്റി മുഴുവൻ ബിസി ആയിരിക്കെ ഗാർഡ്സിന്റെ കണ്ണു വെട്ടിച്ച് ടോമും ലൊറൈനും ജെയിംസും കൂടി ബാങ്കിന്റെ ടോപ്പ് വഴി ബാങ്കിനകത്ത് കയറുന്നു. ക്ലോസ് ബാങ്കിന്റെ ക്യാമറ നോക്കി അവരെ ഗൈഡ് ചെയ്ത് വോൾട്ടിനടുത്ത് എത്തിച്ചു. ശേഷം അവർ 3 പേരും കൂടി അവിടുത്തെ ഡ്യൂപ്ലിക്കേറ്റ് കീസും പിന്നെ സെക്യൂരിറ്റി ചീഫിന്റെ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ച് വോൾട്ട് ഓപ്പൺ ചെയ്യുന്നു. സ്കെയില് നേരത്തെ തന്നെ ലിക്വിഡ് നൈട്രജൻ ഉപയോഗിച്ച് ഫ്രീസ് ചെയ്തിരുന്നത് കൊണ്ട് ആ പ്രശ്നവുമില്ലാതെ അവർ അകത്ത് കയറി ക്ലൂ വെച്ചിരിക്കുന്ന ബോക്സ് കണ്ടെത്തുന്നു. ഇതിനിടയ്ക്ക് ഇവർ റൂഫ് ടോപ്പ് വഴി വന്ന ഓപ്പണിങ്ങിൽ കൂടി ഒരു പ്രാവ് ബാങ്കിനകത്ത് കയറും. അത് കണ്ട സെക്യൂരിറ്റി ചീഫിന് മനസ്സിലാകും ആരോ ബാങ്കിനുള്ളിൽ കയറിയിട്ടുണ്ടെന്ന്. അങ്ങനെ സെക്യൂരിറ്റി ചീഫ് ഗാർഡ്സിനെ അലർട്ട് ചെയ്യും. ഇത് മനസ്സിലാക്കിയ വോൾട്ടർ ടോമിനോടും ലൊറൈനോടും ജെയിംസിനോടും വോൾട്ടിൽ നിന്ന് പുറത്തിറങ്ങി സറണ്ടർ ആവ്, അല്ലെങ്കിൽ ഗാർഡ്സ് നിങ്ങളെ ഷൂട്ട് ചെയ്യും എന്ന് പറയും. ഇതേ സമയം തന്നെ ഫ്രീസ് ചെയ്തു വെച്ചിരുന്ന സ്കെയില് വീണ്ടും നോർമൽ ടെമ്പറേച്ചറിലേക്ക് മാറാൻ തുടങ്ങും. ഇതിനിടയിൽ ജെയിംസ് ടോമിനെയും ലൊറൈനെയും ഭീഷണിപ്പെടുത്തി അവരുടെ കയ്യിൽ നിന്നും ആ ക്ലൂ മേടിക്കും. സ്കെയിൽ നോർമൽ കണ്ടീഷനിലേക്ക് മാറിയത് കാരണം വോൾട്ട് ക്ലോസ് ആയി അതിൽ വെള്ളം നിറയാൻ തുടങ്ങും. എന്നാൽ ഡൈവറായ ജെയിംസ് വെള്ളം വരുന്ന വലിയ പൈപ്പ് വഴി നീന്തി രക്ഷപ്പെടും. ടോമും ലൊറൈനും വോൾട്ടിൽ ട്രാപ്പാകും. വെള്ളം കൊണ്ട് വോൾട്ട് നിറയാറാവുമ്പോഴേക്കും ടോം വാട്ടർ ഫ്ലോ നിർത്താനുള്ള വഴി കണ്ടെത്തും. അതായത് വെയിങ് സ്കെയിലിൽ വേറെ വെയിറ്റുകൾ വെച്ച് അതിനെ ബാലൻസ് ചെയ്താൽ
ഈ വാട്ടർ ഫ്ലോ നിർത്താൻ പറ്റുമെന്ന് കണ്ടെത്തും. അങ്ങനെ സൈമൺ സ്കെയിൽ ഫ്രീസ് ചെയ്യാൻ ഉപയോഗിച്ച ലിക്വിഡ് നൈട്രജന്റെ സിലിണ്ടറുകൾ ഉപയോഗിച്ച് വെയിറ്റ് ബാലൻസ് ചെയ്ത് വാട്ടർ ഫ്ലോ നിർത്തും. വെയിറ്റ് ബാലൻസ് ആയതോടെ വോൾട്ടിൽ നിന്നും വെള്ളം ഡ്രെയിൻ ആവാൻ തുടങ്ങും. അങ്ങനെ ലൊറൈനും ടോമും കൂടി വെള്ളം ഡ്രെയിൻ ആകുന്ന പൈപ്പിൽ കൂടി രക്ഷപ്പെടും. സിറ്റി ഫുള്ള് ബിസി ആയതുകൊണ്ട് തന്നെ ഗാർഡ്സിനോ സോൾജേഴ്സിനോ അവരെ പിടിക്കാൻ സാധിച്ചില്ല. ജെയിംസ് ചതിക്കാൻ ചാൻസ് ഉണ്ടെന്ന് നേരത്തെ മനസ്സിലാക്കിയ വോൾട്ടർ ക്ലൂ സ്വിച്ച് ചെയ്യാൻ ലൊറൈനോട് നേരത്തെ പറഞ്ഞിരുന്നു. അങ്ങനെ നിധിയിലേക്കുള്ള യഥാർത്ഥ ക്ലൂ കിട്ടിയ വോൾട്ടറും ടീമും അടുത്ത ക്ലൂ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നതോടെ മൂവി അവസാനിക്കുന്നു. ഈ മൂവി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള മൂവീസ് അറിയാമെങ്കിൽ സജസ്റ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ.